വിശ്വാസജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 42 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധി ചെല്ലുവാൻ ഇടയാകും. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണിന് രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇവിടെ സങ്കീർത്തനം കോരകപുത്രന്മാരുടെ ഒരു ധ്യാനമാണ്. ഇത് ദൈവസന്നിധിയിലെ മുഴങ്കാൽ മടക്കി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഒരു വാക്യം തന്നെ നമ്മൾ മനസ്സുകൊണ്ട് പറഞ്ഞ് ധ്യാനിച്ച് ഒന്ന് ദൈവസന്നിധിയിൽ അല്പസമയം കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരുന്നാൽ ദൈവമക്കൾ തീർച്ചയായിട്ടും എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം, ആത്മാവിൻ്റെ ഒരു തൃപ്തി എന്ന് പറഞ്ഞാൽ മറ്റെന്തിനേക്കാൾ വലുതാണ്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ദൈവം തന്ന കൃപകളെയൊക്കെ ഒന്ന് ഓർത്താൽ, ദൈവം നടത്തിയ വിധമൊന്ന് ഓർത്താൽ, ദൈവം നമ്മളെ കരുതിയ സ്നേഹം ഓർത്താൽ, ദൈവമക്കളെ ദൈവസന്നിധിയിൽ നമുക്ക് മനസ്സ് നിറഞ്ഞ് ഈ സങ്കീർത്തന ഭാഗം വായിക്കുമ്പോൾ കണ്ണ് നിറയാതെ നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം മനോഹരമായ ഒരു ദൂതാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. മറ്റെന്തിനേക്കാൾ അധികം ദൈവത്തെ ഇത്രമാത്രം സ്നേഹിക്കുവാൻ, ഇത്രമാത്രം ദൈവത്തോടടുത്ത് വരുവാൻ കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ ദൈവം നമ്മളെ നടത്തിയ നന്മയൊന്ന് ഓർത്താൽ മാത്രം മതി. ദൈവമക്കളെ സ്തോത്രം. കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ പട്ടികയിൽ കുറിച്ച് വെക്കാൻ ഉണ്ടാവും. കിട്ടിയ നന്മ ഒന്നോർത്താൽ ദൈവമക്കളെ അത്രമാത്രം നമ്മുടെ ആയുഷ്കാലം മുഴുവനും ദൈവത്തെ മഹത്വപ്പെടുത്തിയ തീരുവോ? അത്രമാത്രം നന്മകളല്ലേ ദൈവം നമുക്ക് നൽകിയത്. കിട്ടാത്തതിനെക്കുറിച്ചുള്ള പരാതിയും സങ്കടങ്ങളും വേദനകളും ഈ പിറുപിറുപ്പും അതൊക്കെയാണ് ദൈവമക്കളെ കിട്ടിയതിൻ്റെ നന്മ മറന്നു പോകാൻ ഇടവരുന്നത്. കിട്ടിയ നന്മ ഒന്നോർത്താൽ ഇതുപോലെ ഇരുന്ന് ധ്യാനിക്കാൻ നമുക്ക് മനസ്സ് വെമ്പും. അടുത്ത വചനം നമ്മൾ വായിച്ചു കേൾക്കുന്നത്, എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധി ചെല്ലുവാൻ ഇടയാകും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അത്രമാത്രം നമ്മളെ കരുതുന്ന, അത്രയും സ്നേഹിക്കുന്ന, അത്രയും നമ്മളെ നടത്തുന്ന ദൈവമേ, ദൈവത്തിന് സ്തോത്രം. ഇത്ര മനോഹരമായി കൺമണി പോലെ നമ്മളെ കാക്കുന്ന ഈ ദൈവസ്നേഹത്തെ ഒന്നോർത്താൽ എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധി ചെല്ലുവാൻ ഇടയാകും. ഒരാഗ്രഹ ദൈവസന്നിധി നിന്ന് ചെന്നാൽ മതി. ആമേൻ, സ്തോത്രം. നമ്മുടെ നിരാശ കൊണ്ട് ഉള്ള ഒരു ആഗ്രഹമല്ല, സ്തോത്രം. ദൈവത്തോടുള്ള ആ കരുതൽ, ആ സ്നേഹം, ദൈവം നടത്തിയ എല്ലാ നന്മകളെ ഓർക്കുന്ന നന്ദി നിറഞ്ഞൊരു മനസ്സിൻ്റെ ഒരു ആഗ്രഹമാണിത്. ഞാൻ എപ്പോൾ ദൈവസന്നിധി ചെല്ലുവാൻ ഇടയാകും. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണിന് രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഒരു കാര്യങ്ങളുണ്ട്, ഇത്രയേറെ ഇനി ദൈവസന്നിധി ചെന്നെത്തിയാൽ മതി. ദൈവസന്നിധി നീ എപ്പോൾ ചെന്നെത്തും? ഈ ഒരു ആഗ്രഹം പലരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ ഒരുപാട് കരുതിയവർ, വളർത്തിയവർ, നമ്മളെ കൂടെ നടന്നവർ, നമ്മളെ ഒരുപാട് കരുതി, നമ്മൾ ഒത്തിരി സ്നേഹിച്ച് ഒത്തിരി കരുതിയവരൊക്കെ നമുക്കൊരാപത്ത് അനർത്ഥങ്ങളൊക്കെ വരുമ്പോൾ കൈവിട്ടിട്ട് പോകുന്നൊരു അനുഭവം വരുമ്പോൾ പലരുടെയും മനസ്സിൽ ഇങ്ങനെയൊരു ചിന്തയുണ്ടാവും. അങ്ങനെ ഒരു ചിന്ത വരണമെങ്കിൽ തന്നെ ദൈവത്തെ മറക്കുന്നില്ല. മറ്റുള്ളവരിൽ നിന്ന് എന്തൊക്കെ ആഗ്രഹിച്ചു, ദൈവത്തെ കവിഞ്ഞ് നമ്മൾ ലോകത്തിൽ ആശ്രയം വെച്ച ആർക്കും ദുഃഖത്തിനിടയെ വരത്തുള്ളൂ. ദൈവമക്കളെ, യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കും. യഹോവയിൽ ആശ്രയിച്ച മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നതാണ്. ഇത് നമ്മളെല്ലാവരും എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു സമയമെന്ന് പറഞ്ഞാൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, ചില അനുഭവങ്ങളാണ് നമ്മളെ അങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. എന്നാലും തെറ്റിപ്പോയില്ലല്ലോ, തെറ്റിപ്പോകുന്നില്ലല്ലോ. ദൈവസന്നിധി ലോകക്കാർ നമ്മളെ കൈവിടുമ്പോൾ നമ്മുടെ ഏക ആശ്രയം ദൈവം മാത്രമാണ്. ആമേൻ.
ദൈവത്തിന് സ്തോത്രം. എന്നാൽ ലോകത്തിൽ നമ്മൾ ആരൊക്കെയോ എന്തൊക്കെയോ തേടി ഓടിപ്പോകുമ്പോൾ നമ്മളെ അവർ കൈവിട്ടെന്ന് തോന്നിയാൽ അപ്പോൾ ദൈവസന്നിധി വിട്ടിട്ട് നമ്മുടെ ജീവൻ കൊണ്ട് നശിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മൾ സ്വയം നശിക്കാനോ നമ്മൾ മത്സരിക്കരുത് ദൈവമക്കളെ. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നമ്മളെ അറിഞ്ഞതാ. കഷ്ടതയുടെ താഴ്വരയിലൂടെ, ആ കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ, നൊമ്പരങ്ങളുടെ വേദനകളുടെ നിന്ദയുടെയും താഴ്വരയിലൂടെ കടന്നു പോകുമ്പോഴും നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവമക്കളെ. ആ ദൈവസ്നേഹം അനുഭവിക്കുന്ന ഒരു വ്യക്തി, ഒരു വിശ്വാസി എപ്പോഴും ദൈവസന്നിധിയിൽ ഇങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ. ആരൊക്കെ കൈവിട്ടാലും, എന്തൊക്കെ നാശങ്ങൾ വന്നാലും, എന്തെല്ലാം വേദനകൾ അനുഭവിക്കേണ്ടി വന്നാലും, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. കർത്താവിന് മനോഹരമായി ഒരു ഉപകരണമായി തീരുവാൻ ദൈവം നമ്മളെ ഒരുക്കുന്ന അനുഭവങ്ങൾ. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതേ ദൈവമക്കളെ, ചില സങ്കടങ്ങൾ, ചില വേദനകൾ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചില ദുഃഖങ്ങൾ, ഇതൊക്കെയാണ് നമ്മളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അടുത്ത് ചെന്ന ഏതൊരു വ്യക്തികളും ഏതൊരു വിശ്വാസിയും കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു നല്ല മനസ്സവർക്കുണ്ടാവും. മഹാകഷ്ടതയുടെ നടുവിലൂടെ നടത്തിയ ദൈവത്തെ മറന്നു പോയൊരു ജീവിതം നമുക്കുണ്ടോ? ഈ ദൈവത്തോട് അടുത്തിരിക്കുന്ന നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നിന്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യം പറയുന്നതുകൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. സ്തോത്രം. ഉത്സവാചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രമായ സ്വരത്തോടുകൂടെ സമൂഹ മധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. ഒരു കാര്യം ഓർക്കുകയാണ്, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഓശാന ഞായറാഴ്ച. ക്രൈസ്തവ ലോകം മുഴുവനും ഈ ഓശാന എന്ന് പറയുന്ന ഈ പെരുന്നാൾ അല്ലെങ്കിൽ ഈ ഒരു ഉത്സവം എല്ലാവരും കൊണ്ടാടുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാകുന്നു, എല്ലാവരും അതിനെ ആശ്രയിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് അത് ആ ഒരു ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് ദൈവമക്കളെ. നമ്മളൊക്കെ മറന്നു പോകാത്തൊരു കാര്യം അത്. സ്തോത്രം. ഉത്സവാചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രമായ സ്വരത്തോടുകൂടെ സമൂഹ മധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നതോർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. ആമേ, സ്തോത്രം. നമുക്കൊക്കെ വേണ്ടി രാജാതി രാജാവ്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ, ഓരോ സ്തോത്രം, കഴുതക്കുട്ടി പുറത്ത് കയറി. ഹല്ലേലൂയ. ആ രാജാതി രാജാവിൻ്റെ മഹത്വം ഇന്ന് അറിയിക്കുന്നൊരു ദിവസം കൂടിയാണല്ലോ. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധി ചെല്ലുവാൻ ഇടയാകും. ഈ ഒരു പ്രാർത്ഥന നമുക്ക് ഉണ്ടായിരിക്കട്ടെ. ചില നഷ്ടങ്ങൾ വരുമ്പോൾ, ചില സങ്കടങ്ങൾ വരുമ്പോൾ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത മനസ്സിൻ്റെ വേദന വരുമ്പോൾ ഒന്നോർത്താൽ മതി ദൈവമക്കളെ, നമുക്ക് സമാധാനത്തിൻ്റെ പ്രഭുവായ കർത്താവത്രേ. ഹല്ലേലൂയ. യാതൊരു ഉപാധികളും കൂടാതെ നമ്മളെ സ്നേഹിക്കുന്ന നല്ല കർത്താവ്, മുഖപക്ഷമില്ലാത്ത നല്ല കർത്താവ്. ആ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ചെല്ലുവാൻ എൻ്റെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ദൈവം ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് വരുന്നൊരു ദിവസം, അതിന് ഞങ്ങളും ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജീവിതത്തിലേറെ കഷ്ടങ്ങളും നഷ്ടങ്ങളും സങ്കടങ്ങളും ഒക്കെയും കടന്നു വരുമ്പോഴും രക്ഷിതാവിനെ കണ്ടെത്തുവാൻ ഹല്ലേലൂയ അടിയങ്ങൾക്ക് ദൈവം നൽകിയ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനാ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കു മാറാത്തവനുമായ നല്ല കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആ ബുദ്ധിയുള്ള 5 കന്യകമാരെ പോലെ ആയിത്തീരുവാൻ ഞങ്ങളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവേ സ്തോത്രം. ഓശാന ദിവസമായ ഈ ദിവസത്തിന് ഞങ്ങൾ ദൈവത്തിൽ അപേക്ഷിക്കുന്നപ്പോൾ ഓശാന പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദാവീദ് പുത്രന് ഓശാന പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ജീവിതത്തിൽ ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. രാജാതി രാജാവേ, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. സകല മഹത്വവും പുകഴ്ചയും അങ്ങെടുക്കണമേ. ഈ ദിവസങ്ങളിൽ കർത്താവേ, സങ്കടത്തിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനസ്സിലേറെ ഭാരങ്ങളും വേദനകളുമായി കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഇരിക്കണമേ. എല്ലാ ഞെരുക്കങ്ങളുടെ നടുവിലെ കർത്താവെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, ദൈവത്തോട് വറ്റിച്ചേർന്ന് നിൽപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിശുദ്ധിയിൽ കർത്താവിനെ ആരാധിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടതകൾ മറന്നുല്ലസിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തോട് അടുത്ത് വരുവാനുള്ള ആ മനസ്സ് കർത്താവെ
വിശ്വസിക്കുന്ന സകല മക്കളെയും മനസ്സിനെ ഉണർത്തിക്കൊണ്ട് ദൈവം അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവേ, നീ ദേവഗണങ്ങളിൽ അത്യുന്നതനാ. ഹല്ലേലൂയ, സ്തോത്രം. അത്യുന്നതനായ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, യേശുവേ, രാജാതിരാജാവേ, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സകല മഹത്വവും പുകഴ്ചയും അങ്ങോട്ട് തന്നുകൊണ്ടടി ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ആ പാദപീഠത്തിൽ പാടാമലരായി കിടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നന്ദി നിറഞ്ഞ മനസ്സോടുകൂടി തമ്പുരാൻ്റെ സന്നിധിയിൽ താണു നിൽപ്പാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന സകല നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നിങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമീൻ. യേശുവേ, സ്തോത്രം.